സോ ഒരു CRDA എഞ്ചിനെ DA എഞ്ചിനേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് 4 മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് റിമൂവിങ് ദ ECU. ECU എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് ECU എന്തിനാണ് ഒരു എഞ്ചിനകത്ത് ഉള്ളതെന്നൊക്കെ നമുക്ക് ഒരു കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അതായത് എഞ്ചിനിലേക്ക് വരുന്ന ഫ്യൂവലിൻ്റെയും അതേപോലെ ടൈമിംഗ് ചെയിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ECU ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ബ്രെയിനാണ് ECU എന്ന് പറയുന്നത്. ഇനി അടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇലക്ട്രോണിക് ഇഞ്ചക്ടേഴ്സിനെ റിമൂവ് ചെയ്യും. അതായത് എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡ്സിൽ നിന്ന് ഇലക്ട്രോണിക് സോളിനോയിഡ് ഇഞ്ചക്ടേഴ്സ് ഉണ്ട്, ഇതിനെയൊക്കെ റിമൂവ് ചെയ്യും. പിന്നീട് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഹൈ പ്രഷർ പമ്പ്സ് അതേപോലെ കോമൺ റെയിൽ സിസ്റ്റംസും എഞ്ചിനിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇത്തരം റിമൂവ് ചെയ്യുമ്പം തന്നെ ആ ഒരു CRDA എന്നുള്ളതുണ്ടല്ലോ, കോമൺ റെയിൽ, അത് മാറി കിട്ടും. അപ്പോൾ ഈ കോമൺ റെയിൽ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ പ്രഷർ റെഗുലേറ്റർ വാൽവും ഫ്യൂവൽ പ്രഷർ സെൻസേഴ്സും റിമൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും സെൻസേഴ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ട് അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള DA സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇതിന് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ റോട്ടറി അല്ലെങ്കിൽ ഇൻലൈൻ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യും. അതായത് ഇഞ്ചക്ഷന് വേണ്ടി, ഫ്യൂൽ ഇഞ്ചക്ഷന് വേണ്ടി. അപ്പോൾ ഈ റോട്ടറി പമ്പ് അല്ലെങ്കിൽ ഇൻലൈൻ പമ്പ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കത്തുള്ളൂ. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ഫ്യൂവലിൻ്റെ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രഷറൈസേഷനും അതിൻ്റെ ആ ഒരു സ്പീഡും റെഗുലേറ്റ് ചെയ്യും.